ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, മുഴുവൻ ട്രെയിൻ യാത്രയായിരുന്നു. നമ്മൾ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ റൂമാണ് ഈ കാണുന്നത്. നമ്മുടെ റൂമിലെത്തി, പ്രെയർ കഴിഞ്ഞു, ഫുഡ് കഴിച്ചു. പറഞ്ഞല്ലോ, ഇതൊരു മിഷൻ BBS യാത്രയാണ്. കുട്ടികളെ പഠിപ്പിക്കാനുള്ള പാട്ടുകളും ആക്ഷൻ സോങ്ങുകളൊക്കെ നമ്മൾ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തു. ഡൽഹിയിലുണ്ടായിരുന്ന ദിവസങ്ങളിലെല്ലാം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ, സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഈ വീട്ടിലായിരുന്നു. നമുക്ക് ആഹാരമൊക്കെ വച്ച് തന്ന ഇവർ 3 പേരാണ്. ഇപ്പോൾ 2 പേരേ ഉള്ളൂ, ഒരാളൂടെ ഉണ്ട്, ആഷിഖ്, ടോണി, ജിതിൻ. ഇവരെ 3 പേരാണ് നമുക്ക് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തത്. കൂടെ ജോസഫ് അച്ഛനും നമ്മുടെ നേതൃത്വം നൽകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നേരെ പോകുന്നത് ഒരു മാർക്കറ്റിലേക്കാണ്. മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ നേരെ നടക്കുന്നത് മെട്രോ സ്റ്റേഷനിലേക്കാണ്. മെട്രോയിൽ കയറിയാണ് നമ്മൾ പറഞ്ഞ മാർക്കറ്റിലേക്ക് പോകാൻ പോകുന്നത്. ആഗസ്റ്റ് മാസമാണ് ഈ യാത്ര നടക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിന് കുറച്ച് ദിവസങ്ങൾ മുന്നേ ഉള്ള ദിവസങ്ങളായതുകൊണ്ട് അവിടെ ഡൽഹിയിൽ ഒരുപാട് സ്വാതന്ത്ര്യദിന പരിപാടികളുടെ ഒരുക്കങ്ങളും എല്ലാം കാണാനുണ്ടായിരുന്നു. മെട്രോ സ്റ്റേഷന് തൊട്ട് മുന്നിലായിട്ട് ഇതുപോലെ ഒരുപാട് പെട്ടിക്കടകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തുന്നത് ജനക്പുരി എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് കരോൾ ബാഗ് എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടുന്ന് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ബസ്സിനേക്കാളും കൂടുതൽ ആൾക്കാർ മെട്രോ ആണ് ആശ്രയിക്കുന്നതെന്ന്, യാത്രയ്ക്ക് വേണ്ടിയിട്ട് മെട്രോയിലാണ് പോകുന്നതെന്ന് തോന്നുന്നു. ജോലിക്കാരും കുട്ടികളും പഠിക്കാൻ പോകുന്ന ആൾക്കാർ എല്ലാവരും ഈ മെട്രോയിലാണ് കൂടുതലായിട്ട് യാത്ര ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചത്. അതും വളരെ കൃത്യസമയമാണ്. കൃത്യസമയത്തിൽ വരുന്നു, പല സ്റ്റേഷനിലേക്കായിട്ട് പോകുന്നു. എല്ലാം നല്ലൊരു അടുക്കും ചിട്ടയുള്ളതായിട്ട് തോന്നി. ഒരുപാട് സ്റ്റേഷനിലേക്ക് മെട്രോ റെയിൽ ഉണ്ട് ഇവിടെ. ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാണെന്ന് അറിയില്ല, വളരെ നീറ്റായിട്ട് തോന്നി. കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന സ്റ്റേഷൻ, അടുത്ത് എത്തുന്ന സ്റ്റേഷൻ, സമയം, കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ കഴിയും. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരുക്കങ്ങൾ പലയിടത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അടുത്ത മെട്രോ സ്റ്റേഷനിലെത്തി. അടുത്ത് ഇനി മാർക്കറ്റിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ എത്തിയത് ഗഫർ മാർക്കറ്റിലാണ്. കരോൾ ബാങ്കിലെ ഗഫർ മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ എത്തിയത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ച് ബോട്ടിൽ വാങ്ങുക, വെള്ളം കുടിക്കുന്ന തരത്തിലുള്ള, കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ കണക്കിനുള്ള കുറച്ച് ബോട്ടിൽ വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ വന്നത്. സാധനങ്ങൾക്കൊക്കെ പൊതുവെ വില കുറവാണ് എന്നാണ് ഇവിടെ സംസാരം. എന്നാലും സാധാ വില തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ വില പേശി വാങ്ങാൻ പറ്റുന്നവർക്ക് നന്നായിട്ട് വാങ്ങാൻ കഴിയും. അവരോട് സംസാരിച്ച് ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ കഴിയുന്നവർക്ക് നന്നായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ബാഗ്, വാച്ച്, മൊബൈൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്. കടകളിലല്ല, നടന്ന് വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യം ചെയ്യും, നമ്മുടെ കയ്യിൽ കൊണ്ടുതരും. ബെൽറ്റ് ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ. നമ്മൾ അബദ്ധവശം ഒന്ന് വാങ്ങിച്ചെന്ന് വിചാരിക്കുക, പിന്നെ ഇവർ തിരിച്ച് വാങ്ങത്തില്ല. അപ്പോൾ അതിന് വില പറഞ്ഞ് നമ്മളെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ആരെ കയ്യിൽ നിന്ന് ഒരു സാധനം ഞാൻ വാങ്ങിച്ച് നോക്കില്ല. കാരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരോട് ഒന്നുകിൽ സംസാരിക്കണം, ഹിന്ദിയിൽ സംസാരിക്കണം, അതറിയില്ല. പിന്നെ ഇവർ ആ സാധനം തിരിച്ചു വാങ്ങില്ല. നമ്മൾ ഇവരെ പിറകെ കൊണ്ട് കിടക്കേണ്ടി വരും. ഇവർ വാങ്ങാതെ അത് പൈസ, ക്യാഷ് ബാർഗെയിൻ ചെയ്ത് എത്രയ്ക്ക് വേണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം എനിക്ക് ഇവിടുത്തെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മൾ പോയ കാര്യം നടന്നപ്പോൾ ബോട്ടിൽസൊക്കെ കിട്ടി. നമ്മളെല്ലാവരുടെ ചുമന്ന് അടുത്ത് കൊണ്ടുപോവുകയാണ് തിരിച്ച് നമ്മളെ റൂമിലേക്ക്. വന്നപ്പോൾ അത്ര തിരക്കൊന്നും തോന്നിയില്ല. പക്ഷേ വൈകുന്നേരം ആകുന്തോറും നല്ല തിരക്കാണ് ഈ മാർക്കറ്റിൽ ഉണ്ടായത്. അവിടുന്ന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വേറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം കടന്നു പോവുകയാണ്. ഇനി അടുത്ത ദിവസം രാവിലെ കാണാം. അടുത്ത ദിവസം രാവിലെ തന്നെ എല്ലാവരും റെഡിയായി. ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മിഷൻ BBSൻ്റെ ക്ലാസ്സുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. അവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ലഗേജൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. കാര്യം അവിടെ കൊടുക്കാനുള്ള ബോട്ടിൽ, ബുക്ക്, പിന്നെ അതുപോലെ പ്രൊജക്ടർ, എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്താണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നടക്കുന്നത്. ഇതൊരു യാത്രാ ചാനലായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഉള്ള കൂടുതൽ വിഷ്വൽസ് ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ നമ്മൾ
കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഥകളും പാട്ടുകളും ആക്ഷൻ സോങ്ങും അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന VBS പോലെ തന്നെ അവിടെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് മിഷൻ VBS എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ രജിസ്ട്രേഷനും കാര്യങ്ങളും പിന്നെ അവിടുത്തെ ക്ലാസ്സുകളും ഒക്കെയാണ് അന്നത്തെ ദിവസം ഉച്ചവരെ ഉണ്ടായിരുന്നത്. ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. ഇതിന് ശേഷം നമ്മൾ നേരെ പോകാൻ പോകുന്നത് അക്ഷർധാം കാണാനാണ്. വളരെ പ്രശസ്തമായ ഒരു ടെമ്പിളാണ് അക്ഷർധാം. അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ. വലിയൊരു സിറ്റി ആണെങ്കിൽ തന്നെയും റോഡിന് ഇരുവശവും എല്ലാം ഇവർ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. അവിടുത്തെ എയർ പൊല്യൂഷൻ കുറയ്ക്കാനാണെന്നാണ് പറയുന്നത്. അവിടുന്ന് അടുത്തൊരു മെട്രോ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഒരു സ്റ്റേഷനിലും അങ്ങനെ വലുതായിട്ട് കാത്തു നിൽക്കേണ്ടെന്ന് വരില്ല. നമ്മൾ ചെന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ മെട്രോ ട്രെയിൻ അവിടെ എത്തും. നമുക്ക് വേണ്ടുന്ന സ്ഥലത്തേക്ക് കയറി പോകാനും സാധിക്കും. അവിടെ നിന്ന് ലക്ഷ്മി നഗർ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടുന്ന് തിരിഞ്ഞ് വേറൊരു റൂട്ടിലോട്ടാണ് പോകാനുള്ളത്. ഇവിടുന്ന് യമുന ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇവിടുന്ന് നമ്മൾ പോയത്. അവിടുന്ന് നേരെ അക്ഷർധാം. ഇങ്ങനെയാണ് നമ്മൾ പോയ റൂട്ട്. നമ്മൾ അക്ഷർധാമിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നേരം ഒരുപാട് താമസിച്ചു. നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് പോയിട്ട് അവിടെ നേരത്തെ ക്ലോസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിന് ഓപ്പണിംഗ് ക്ലോസിങ് ടൈം സ്ട്രിക്റ്റ് ആണ്. അതിന് ശേഷം അങ്ങോട്ട് കയറ്റത്തില്ലെന്നാണ് പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു പക്ഷേ നടന്നില്ല. അവിടുത്തെ ക്ലോസിങ് ടൈം കഴിഞ്ഞു. അതുകൊണ്ട് ആരെയും കയറ്റുന്നില്ല. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, കയറാൻ വേണ്ടിയിട്ട്. സെക്യൂരിറ്റി അടുത്തൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യും, പിന്നെ അങ്ങോട്ട് കയറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അക്ഷർധാം കാണാൻ സാധിച്ചില്ല. അതിന് പകരമായിട്ട് നമ്മൾ നേരെ അടുത്ത് തന്നെ ഇന്ത്യ ഗേറ്റിലേക്ക് പോവുകയാണ്. TVയിലും പടത്തിലും മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ ഇന്ത്യ ഗേറ്റ് എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഒരു വളരെ സന്തോഷവും ആഹ്ലാദവും. അപ്പോൾ ടെമ്പിൾ കാണാൻ പറ്റില്ല, എന്നാലും മനസ്സിൽ എനിക്കിതുണ്ട്, ഇന്ത്യ ഗേറ്റ് കാണാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു വളരെ സന്തോഷം മനസ്സിലുണ്ട്. അങ്ങനെ നമ്മൾ 2 ഓട്ടോറിക്ഷയിലായിട്ട്, ഇതൊക്കെ നമ്മളെ കൂടെ വന്ന ആൾക്കാരാണ്, വേറൊരു ഓട്ടോറിക്ഷ പോകുന്നു, നമ്മളൊരു ഓട്ടോറിക്ഷ പോകുന്നു. 2 ഓട്ടോറിക്ഷയിലായിട്ട് ഇവിടുന്ന് നേരെ അവിടുന്ന് അടുത്ത് തന്നെയാണ് അക്ഷർധാം ടെമ്പിളിന് അടുത്ത് തന്നെയാണ് ഈ നമ്മുടെ ഇന്ത്യ ഗേറ്റ്. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോയിൽ. ഇന്ത്യ ഗേറ്റിലേക്ക് പോകും വഴിയാണ് ഈ ഒരു ടണൽ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രകൃതി മൈതാൻ ടണൽ എന്നാണ് ഈ ടണലിനെ അറിയപ്പെടുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ടണലാണ്. ഏകദേശം 1.3 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. ഏകദേശം 920-ലധികം കോടി രൂപ ഉപയോഗിച്ചാണ് ഈ ടണൽ നിർമ്മിച്ചത്. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് വലുതായിട്ട് ഒന്നും തോന്നിയില്ലെങ്കിലും ഒരുപാട് ചിത്രപ്പണികൾ ഈ ടണലിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ LED ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, CCTV ക്യാമറകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഈ ഒരു ടണലെന്ന് പറയുന്നത്. കാശ്മീർ മുതൽ തമിഴ്നാട് വരെയുള്ള സംസ്കാരങ്ങളും പക്ഷികൾ, 6 ഋതുക്കൾ എന്നിവ ഒക്കെയാണ് ഈ ചിത്രപ്പണികളിലൂടെ വരച്ചു കാട്ടുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു ടണൽ കൂടിയാണ് പ്രകൃതി മൈതാൻ ടണൽ.
പ്രകൃതി മൈതാനിലെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു. പ്രതീക്ഷിക്കാതെ കിട്ടിയ കാഴ്ചകളാണ്. കണ്ട് ഇറങ്ങി നമ്മൾ നേരെ ഇന്ത്യ ഗേറ്റിന് ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നേരെ മുന്നിലായിട്ട് കാണുന്നത് നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൻ്റെ ബിൽഡിംഗ് ആണ്. ന്യൂഡൽഹിയിലെ ജയ്പൂർ ഹൗസിലെ പ്രധാന മ്യൂസിയം 1954 മാർച്ച് 29 ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ചു. ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും പഴയ കൃതികളിൽ ചിലത് 1857 മുതലുള്ളതാണ്. 12,000 ചതുരശ്ര മീറ്റർ പ്രദർശന സ്ഥലമുള്ള ഡൽഹി ബ്രാഞ്ച് ലോകത്തിലെ ഏറ്റവും വലിയ ആധുനിക ആർട്ട് മ്യൂസിയങ്ങളിൽ ഒന്നാണ്. ഓട്ടോറിക്ഷയിലെ യാത്ര കഴിഞ്ഞ് ഏകദേശം ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയ ഭാഗത്ത് ഇതുപോലെ കുറച്ച് കടകളും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെയുണ്ട്. റോഡ് സൈഡിൽ നിന്ന് തന്നെ നമുക്കിങ്ങനെ കാണാം ദൂരെ കാഴ്ചയിൽ ഇന്ത്യ ഗേറ്റ്. നമ്മൾ അതിനടുത്തേക്ക് പോകാൻ പോവുകയാണ്. റോഡിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ തന്നെ കാണാൻ കഴിയും നല്ല തിരക്കാണ്. കാരണം സ്വാതന്ത്ര്യദിനം അടുത്ത് വരികയാണ്. അതുകൊണ്ട് ആ ഗ്രൗണ്ട് നിറയെ ആൾക്കാരാണ്, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഇന്ത്യ ഗേറ്റിനെ കുറിച്ച് കുറച്ച് ചരിത്ര സംഭവങ്ങൾ നമുക്ക് നോക്കിയിട്ട് വരാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈന്യങ്ങളുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് 1931 ഇന്ത്യ ഗേറ്റ് എന്ന സ്മാരകം നിർമ്മിക്കപ്പെട്ടത്. ഇന്ത്യയുടെ സ്വതന്ത്ര പ്രാപ്തിക്ക് ശേഷം ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധ സ്മാരകം ഇതിനുള്ളിൽ സ്ഥാപിച്ചു. അമർ ജവാൻ ജ്യോതി എന്നാണ് ഈ സ്മാരകം അറിയപ്പെടുന്നത്. ഡൽഹിയിലെ പ്രധാന പാതയായ രാജ്പഥിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഗേറ്റിന്റെ ആദ്യ നാമം അഖിലേന്ത്യാ യുദ്ധ സ്മാരകം ആൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നായിരുന്നു. ഇതിന്റെ ശില്പി എഡ്വിൻ ലൂട്ടൻസ് ആണ്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കമായി 1921 ഫെബ്രുവരി 10 തറക്കല്ലിടൽ നടന്നു. 1931 പണി പൂർത്തിയായി. യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകൾ ഇതിന്റെ ചുമരിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിന്റെ മൊത്തം ഉയരം 42 മീറ്ററാണ്. ഇതിന്റെ ചുറ്റുവട്ടത്ത് നിന്നും ഡൽഹിയിലെ പല പ്രധാന റോഡുകളും തുടങ്ങുന്നുണ്ട്. ഭംഗിയായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ചുറ്റുവട്ടത്തിലുള്ള ഉദ്യാനങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ എത്തിച്ചേരുക പതിവാണ്. വൈകുന്നേരങ്ങളിൽ വൈദ്യുത വെളിച്ചം കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കാറുണ്ട്. അവിടെയോ? ഇന്ത്യ ഗേറ്റിന്റെ ആർച്ചിന് താഴെയായി കത്തിച്ചു വച്ചിരിക്കുന്ന ദീപമാണ് അമർ ജവാൻ ജ്യോതി. കറുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇത് യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി തെളിയിച്ചിരിക്കുന്നതാണ്. ഒരു സൈനിക യുദ്ധ തോക്കും സൈനികന്റെ തൊപ്പിയും ഇതിനോടൊപ്പം പണിതിരിക്കുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഓർമ്മയ്ക്കായി 1972 ജനുവരി 26 ഇത് സ്ഥാപിക്കപ്പെട്ടത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് സ്ഥാപന കർമ്മം നിർവഹിച്ചത്. അങ്ങനെ ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു സൈഡിൽ ഒരു വലിയൊരു ആൾക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങോട്ടേക്ക് നടന്നു. അവിടെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. വേറെ ആരുടെയുമല്ല. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വളരെ ഫേമസ് ആയിട്ടുള്ള ഹരിഹരൻ സാറിൻ്റെ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ചായിരിക്കണം എന്ന് തോന്നുന്നു.
അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പാട്ടുകൾ പാടി. ഒത്തിരി ആൾക്കാർ കാണാനുണ്ടായിരുന്നു. അവിടുത്തെ പ്രോഗ്രാമൊക്കെ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം ഒന്നുകൂടി വന്ന് ഇന്ത്യ ഗേറ്റ് ദീപപ്രഭയിൽ കുളിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു ദിവസം കൂടി കഴിഞ്ഞു. നമ്മൾ നേരെ ഇവിടുന്ന് നമ്മളെ റൂമിലേക്കാണ് പോയത്. അവിടെ റെസ്റ്റ് ചെയ്തു. ഇനി നാളത്തെ കാഴ്ചകളിലേക്ക് പോവാം. എന്ന് പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. കമൻറ്റ് ചെയ്യുക. ഓൾ കേരള ട്രിപ്പ് ഉടനെ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.